ഹായ് ഓൾ, വെൽക്കം ടു കോഡ് ക്ലാസ്സസ്. നമ്മളിനി ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ട്രിഗണോമെട്രി. ഓക്കെ, ട്രിഗണോമെട്രി നിങ്ങൾ കുറച്ച് ബേസിക്സ് അവിടെ പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ട്രിഗണോമെട്രി എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? ട്രിഗണോമെട്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താ നിങ്ങൾക്ക് മനസ്സിൽ വരുന്നത്? ട്രിഗണോമെട്രി, മെഷർമെന്റ് ഓഫ് സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ, അതാണ് ട്രിഗണോമെട്രിയുടെ അർത്ഥം. ഓക്കെ, അപ്പോൾ ട്രിഗണോമെട്രി എന്ന് പറയുമ്പോൾ എന്താണ്? ട്രയാങ്കിളിനെ ബേസ് ചെയ്ത് നമ്മൾ അക്യൂട്ട് ആംഗിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾ ഒക്കെ പഠിച്ചിട്ടില്ലേ? അപ്പൊ അക്യൂട്ട് ആംഗിളിന്റെ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്താ അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ? അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രി ഉള്ള ആംഗിൾ. സപ്പോസ് 45 ഡിഗ്രി അല്ലേ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ട്. റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഒരു സൈഡ് 45 ഡിഗ്രി സപ്പോസ്. അപ്പോൾ നമ്മൾ ABC എന്ന് കൊടുത്തു. ഓക്കെ, ഇതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? സൈൻ, കോസ്, ടാൻ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവിടെ മുതൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. എന്താ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറഞ്ഞാല്? ഒരു ആംഗിൾ 90 ഡിഗ്രി. ഒരു ട്രയാംഗിളിന്റെ ടോട്ടൽ ആംഗിൾസിന്റെ സം എത്രയായിരിക്കും? ഓക്കെ, സപ്പോസ് ഒരു ട്രയാംഗിൾ ABC എന്നൊരു ട്രയാംഗിൾ എടുത്തു, ABC. അപ്പൊ ഏതൊക്കെ ആംഗിൾ ഉള്ളത്? സപ്പോസ് ആംഗിൾ A കൊടുത്തു, ആംഗിൾ C, ആംഗിൾ B അല്ലെ? ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C എത്രയായിരിക്കും? 180 ഡിഗ്രി അല്ലേ? ഒരു ട്രയാംഗിളിന്റെ ആംഗിൾസിന്റെ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. സപ്പോസ് ഇത് 45 ആണെങ്കിൽ ഇത് എത്രയാണ്? ഇത് 90. ഇത് എത്രയാണ്? ഇതും 45 ആയിരിക്കും അല്ലെ? 180 മൈനസ് 90 മൈനസ് 45 അല്ലെ? ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ C എത്രയായിരിക്കും? ആംഗിൾ C ഈസ് ഈക്വൽ ടു ടോട്ടൽ ട്രയാംഗിളിന്റെ സം എത്രയായിരിക്കും? 180 ഡിഗ്രി അല്ലെ? 180 മൈനസ് ഇത് എത്രയാ? 90 മൈനസ് 45 എത്ര കിട്ടും? ആംഗിൾ C ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്താണ്? ഇനി നമ്മൾ പഠിച്ച കാര്യങ്ങൾ, സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ അതൊക്കെ പഠിച്ചിട്ടില്ലേ? എന്താ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ സപ്പോസ് ഒരു ട്രയാങ്കിള്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിള് ABC എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇതാണ് എൻ്റെ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് തീറ്റ ആണെങ്കിൽ ABC ട്രയാങ്കിൾ കണ്ടില്ലേ? ആംഗിൾ തീറ്റ ആണെങ്കിൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും? സൈൻ ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. എന്താണ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ? AC അല്ലേ ഓപ്പോസിറ്റ് സൈഡ് അല്ലെ? നമ്മൾ മെഷർ ചെയ്യുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് AC ബൈ ഹൈപ്പോട്ടന്യൂസ് എന്താണ്? CB. ഓക്കെ, AC ബൈ CB ആണ് അവിടെ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ. കോസ് തീറ്റ എന്തായിരിക്കും? കോസ് തീറ്റ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ത് വരും? AB ബൈ CB. ഓക്കെ, ടാൻ തീറ്റ എന്തായിരിക്കും? ടാൻ തീറ്റ ഇവിടെ എഴുതാം നമുക്ക്. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് വരും? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ത് വരും? AC ബൈ AB. ഓക്കെ, പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ? അതിന്റെ തന്നെ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ മാത്രങ്ങൾ പഠിച്ചിട്ടുള്ളൂ. അതിന്റെ കൂടെ നമുക്ക് എന്താണ്? കൊസീക് തീറ്റ, സീക് തീറ്റ, കോട്ട് തീറ്റ അല്ലെ? അത് എന്താന്ന് പറയാം. കൊസീക്ക്, സീക്ക്, കോട്ട് നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, എന്താണ് കൊസീക് തീറ്റ എന്ന് പറഞ്ഞാല്? കൊസീക് തീറ്റയും സൈൻ തീറ്റയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? 1 സൈൻ തീറ്റയാണ് കൊസീക് തീറ്റ അല്ലെ? സൈൻ തീറ്റയുടെ 1 സൈൻ തീറ്റ എന്ന് പറയുന്നതാണ് കൊസീക് തീറ്റ. അപ്പൊ ഇവിടെ എന്ത് വരും? കൊസീക് തീറ്റ എന്ന് പറഞ്ഞാല് ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ത് വരും? CB ബൈ AC. ഓക്കെ, CB ബൈ AC ഇതാണ് കൊസീക് തീറ്റ എന്ന് പറയുന്നത്. അപ്പൊ സീക് തീറ്റ എന്തായിരിക്കും? 1 കോസ് തീറ്റ അല്ലെ? കോസ് തീറ്റ AB ബൈ CB ആണെങ്കിൽ സീക് തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസന്റ് സൈഡ് CB ബൈ AB. സിമിലർലി എന്താണ് ടാൻ തീറ്റയ്ക്ക്? നമ്മൾ എന്ത് ടാൻ തീറ്റയ്ക്ക് സിമിലർ ആയിട്ട് കോട്ട് തീറ്റ 1 ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ കോട്ട് തീറ്റ. അതായത് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ. സൈൻ തീറ്റ കറസ്പോണ്ടിങ് കൊസീക് തീറ്റ, കോസ് തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് സീക് തീറ്റ. ടാൻ തീറ്റ എന്ന് പറഞ്ഞാലോ? ടാൻ തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് കോട്ട് തീറ്റ. കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും? അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ്. എന്താ അഡ്ജസന്റ്? AB ബൈ AC അല്ലെ? AB ബൈ AC. ഇതൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ. അപ്പോൾ പഠിച്ച കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ട്രയാങ്കിളില് ABC ട്രയാങ്കിളിന്റെ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ എന്ത് വരും?
ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇനി എങ്ങനെയാ രണ്ട് സൈഡ് തന്നു എന്ന് വിചാരിക്കാം. ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്, ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, ഇത് 3 ആണ്, ഇത് 4 ആണ്. ഇത് എത്ര വരും? അതായത് എ ബി സിയിലെ ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് എ സി എത്ര വരും? അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഇക്വൽ ടു എന്താണ്? ഇവിടെ ബേസ് 4 അല്ലെ, ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഇക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ അല്ലെ, എ സി സ്ക്വയർ വരും. ഓക്കെ, 3 4 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ 9 പ്ലസ് 16 ഇസ് ഇക്വൽ ടു എന്ത് വേണം? എ സി സ്ക്വയർ വരും. അപ്പൊ എ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 വരും അല്ലെ, എ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 വരും. എ സിയുടെ എ സി ഇസ് ഇക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ത് വരും? 5. ഇതിന്റെ 5 ആയിരിക്കും. അപ്പൊ ഇത് 4, ഇത് 3, ഇത് 4 ആണെങ്കിൽ ഇത് 5. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക് എന്തൊക്കെയാണ് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ എന്നുള്ള കാര്യങ്ങൾ കണ്ടു. ട്രയാങ്കിളിലെ റിലേഷൻസ് കണ്ടു അല്ലെ. അപ്പോൾ അതിന്റെ സൈൻ തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് കൊസീക് തീറ്റ, സീക്ക് തീറ്റ, കോട്ട് തീറ്റ. അത് മാറിപ്പോയത് കോസ് തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് സീക്ക് തീറ്റ കേട്ടോ. കൊസീക്ക് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ മാറിപ്പോകുന്നുണ്ട്, മാറിപ്പോകാൻ സാധ്യതയുണ്ട്, മാറിപ്പോകരുത്. സൈൻ തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് കൊസീക്ക് തീറ്റ, കോസ് തീറ്റ 1 കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സീക്ക് തീറ്റ, 1 ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ കോട്ട് തീറ്റ. ക്ലിയർ? ഇനി നമ്മൾ എന്താണ് ആംഗിൾസിനെ കുറിച്ച് പഠിക്കാം. ഈ ട്രിഗണോമെട്രി ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണാം കേട്ടോ. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാൻ പോവാണ്. അതിനു മുമ്പ് നമുക്ക് ബേസിക് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബേസിക് എന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആംഗിൾസ്. ഓക്കെ, ആംഗിൾ നമ്മൾ ഏതാ ആംഗിൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആംഗിൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏതാണ്? സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ഡിഗ്രി അല്ലേ. അതായത് എങ്ങനെ മെഷർ ചെയ്യാം? ഒരു ആംഗിൾ ഇങ്ങനെ മെഷർ ചെയ്യുന്നു. സപ്പോസ് ഇത് 45 ഡിഗ്രി അല്ലേ. അപ്പോൾ ആംഗിൾ മെഷർ ചെയ്യാനുള്ള ഒരു യൂണിറ്റ് ആണ് ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതാണ് നമ്മുടെ പോയിന്റ്. ഇവിടം വരെ എത്തി. ഇത് എത്ര ഡിഗ്രിയാ? ഇതാണ് നമ്മുടെ പോയിന്റ്. എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോയിരുന്നു, ഇവിടം വരെ എത്തി. എത്ര ഡിഗ്രിയാ? 180 ഡിഗ്രി. ഓക്കെ, അപ്പൊ 90 ഡിഗ്രി എങ്ങനെ വരും? ഇങ്ങനെ വന്നു. ഇത് 90 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഞാനൊരു സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്ത്, ഒരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കറങ്ങി അവസാനം എവിടെ എത്തി? തുടങ്ങിയ പൊസിഷനിലേക്ക് എത്തി. അപ്പൊ എത്ര ഡിഗ്രി നമ്മൾ കവർ ചെയ്തു? 360 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കറങ്ങി ഇവിടം വരെ എത്തുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാ? 360 ഡിഗ്രി. 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എവിടെ എത്തി? ഒറിജിനിലേക്ക് എത്തി അല്ലേ. സ്റ്റാർട്ട് ചെയ്ത പൊസിഷനിലേക്ക് തന്നെ നമ്മൾ കറങ്ങി എത്തി. അതാണ് 360 ഡിഗ്രി. സോ എന്തായിരിക്കും 360 ഡിഗ്രി? 0 ഡിഗ്രി ആയിട്ട് ഈക്വൽ ആണ് അല്ലേ. 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? കറങ്ങി അവിടെ തന്നെ എത്തി, 0 ഡിഗ്രി തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ ആംഗിൾ എങ്ങനെ മെഷർ ചെയ്യുന്നത്? ഓക്കെ, ആംഗിൾ ഇപ്പൊ മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് ഉണ്ട്. യൂണിറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ ഡിഗ്രി അല്ലാതെ വേറെ ഒരു യൂണിറ്റും കൂടി ഉണ്ട്, അതിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിനു മുമ്പ് ആംഗിൾ എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? ഓക്കെ, ആംഗിൾ 2 രീതിയിൽ മെഷർ ചെയ്യാം. എങ്ങനെയാ 2 രീതി? ഓക്കെ, നമുക്ക് ഇവിടെ വായിക്കാം. ഓക്കെ, എന്തൊക്കെയാണ് 2 രീതി മെഷർ ചെയ്യുക? ആംഗിൾ 2 രീതിയിൽ മെഷർ ചെയ്യാം. എങ്ങനെ? ഒന്നെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇത് നമ്മുടെ ഈ പോയിന്റ് ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണല്ലോ ആംഗിൾ കറങ്ങുന്നത് അല്ലെ. അപ്പൊ ഇതിങ്ങനെ കറങ്ങി എന്ന് വിചാരിക്കാം. ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് കറങ്ങുന്നത്. അപ്പൊ ഈ പോയിന്റിന് എന്താണ് പേര് കൊടുക്കുന്നത്? ഇതിനാണ് വെർട്ടെക്സ് എന്ന് പറയും. വെർട്ടെക്സ്. ഓക്കെ, ഇനി നമ്മൾ ഇതാണ് ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഇനീഷ്യൽ പൊസിഷൻ ഉണ്ടല്ലോ. അപ്പൊ ഇനീഷ്യൽ ലൈൻ. ഓക്കെ, ഇനീഷ്യൽ ലൈൻ കൊടുക്കാം. ഇതിന് ഇനീഷ്യൽ ലൈൻ. അപ്പൊ ഇനീഷ്യൽ ലൈനിന് എന്താണ്? ഇവിടുന്ന് ഇങ്ങനെ മെഷർ ചെയ്തു. ഏതാണ്? നമ്മുടെ ഈ ആംഗിൾ ആണ് മെഷർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് ഇനീഷ്യൽ ലൈൻ, ഇത് ടെർമിനൽ ലൈൻ പേര് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇവിടെയാണ് മെഷർ ചെയ്യേണ്ടത്. ടെർമിനൽ ലൈൻ ആണ് മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇനീഷ്യൽ ലൈൻ ഒരു പോയിന്റ് ഈ വെർട്ടെക്സിനെ ബേസ് ചെയ്തിട്ട് ഈ ഇനീഷ്യൽ ലൈൻ എങ്ങോട്ട് മാറി? ഇങ്ങോട്ട് മാറി. എത്ര ആംഗിൾ, എത്ര ഡിഗ്രി കവർ ചെയ്തു നോക്കണം. ഓക്കെ, സപ്പോസ് ഇത് ഒരു 60 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, മെഷർ ചെയ്യുന്നത് എങ്ങനെയാ? ഇത് ഒരു ഡിഗ്രി അല്ല, നിങ്ങള് പ്രൊട്രാക്ടർ കണ്ടിട്ടില്ലേ? ഓക്കെ, ഡിഗ്രി എത്ര വരും? ഒരു മൊത്തം വരുമ്പോൾ 360 ഡിഗ്രി. ഇത് സപ്പോസ് 60 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. ഓക്കെ,
അപ്പൊ ഇതിൽ നമ്മൾ എങ്ങനെയാണ് ആംഗിൾ മെഷർ ചെയ്തത്? നമ്മൾ ഒരു ലൈൻ ഉണ്ട്, ആ ലൈനിന്ന് എങ്ങോട്ടാണ് മെഷർ ചെയ്തത്? ഏത് ഡയറക്ഷനിലാണ് മെഷർ ചെയ്തത്? ആന്റി ക്ലോക്ക് വൈസ് അല്ലെ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ മെഷർ ചെയ്തത് അല്ലെ. അപ്പൊ എന്താണ് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? പോസിറ്റീവ് ആംഗിൾ. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു? ആ ഒരു പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്ത് ആംഗിൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ട് നമുക്ക് ആംഗിൾ മെഷർ ചെയ്യുകയാണെങ്കിൽ അതിന് പോസിറ്റീവ് ആംഗിൾ എന്ന് പറയും. അപ്പൊ എന്താ പോസിറ്റീവ് ആംഗിൾ ഉണ്ടെങ്കിൽ അടുത്ത ടൈപ്പ് ആംഗിൾ എന്തായിരിക്കും? നെഗറ്റീവ് ആംഗിൾ ആയിരിക്കും. എങ്ങനെ നെഗറ്റീവ് ആംഗിൾ മെഷർ ചെയ്യുന്നത്? ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഇതാണ് എന്റെ ഇനീഷ്യൽ അല്ലെ, നമ്മുടെ ഇനീഷ്യൽ ലൈൻ അത് വന്നു, ഇത് ടെർമിനൽ ലൈന്. ഓക്കെ, ഇനീഷ്യൽ ലൈനും ടെർമിനൽ ലൈൻ ഇത് വന്നു. മെഷർ ചെയ്തത് എങ്ങനെയാ? ഇനീഷ്യൽ ലൈനിൽ നിന്ന് ഇങ്ങനെ മെഷർ ചെയ്തു വിചാരിക്കുക. ഈ രണ്ട് ഡയറക്ഷൻ തമ്മിൽ വ്യത്യാസമില്ലേ? ഇതെങ്ങനെയാ മെഷർ ചെയ്തത്? ഇത് കൗണ്ടർ ക്ലോക്ക് വൈസിലാണ് മെഷർ ചെയ്തത്. ഇവിടെയോ? ഇവിടെ ക്ലോക്ക് വൈസ് അല്ലെ, ക്ലോക്ക് വൈസ് അല്ലേ ഇത് ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ക്ലോക്ക് വൈസിലാണ് മെഷർ ചെയ്യുന്നത്. അപ്പൊ ക്ലോക്ക് വൈസിൽ മെഷർ ചെയ്യുന്ന ആംഗിളിൽ എന്ത് പറയും? നെഗറ്റീവ് ആംഗിൾ എന്ന് പറയും. നെഗറ്റീവ് ആംഗിൾ. ഓക്കെ, ക്ലിയർ? ഇപ്പൊ പോസിറ്റീവ് ആംഗിൾ എന്താ, നെഗറ്റീവ് ആംഗിൾ എന്താന്ന് മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ സാധാരണ ഒരു എക്സ് വൈ കോർഡിനേറ്റ് നമ്മൾ യൂഷ്വലി എങ്ങനെയാണ്? നമ്മൾ ഒരു എക്സ് വൈ കോർഡിനേറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, എക്സ് വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് നമ്പർ ലൈൻ, നമ്പർ സിസ്റ്റം എക്സ് വൈ കോർഡിനേറ്റ്. ഇത് എക്സ് അല്ലെ, ഇത് 1 2 3 ഇങ്ങനെയല്ലേ? നമ്മൾ എപ്പോഴും എന്താണ്? ഇതാണ് പോസിറ്റീവ് എക്സ്. ഇത് പോസിറ്റീവ് എക്സിൽ നമ്മൾ എത്രയാണ്? 0 ഡിഗ്രി എന്ന് കാണും അല്ലെ. പോസിറ്റീവ് എക്സ് ആണ് നമ്മുടെ 0 ഡിഗ്രി. അതായത് എന്താണ്? ഈ വെർട്ടെക്സ് എവിടെയാണ്? ഈ ഒറിജിൻ എന്നുള്ള പോയിന്റ് ആയിരിക്കും നമ്മുടെ വെർട്ടെക്സ് അല്ലെ. ഈ ഒറിജിനെ ബേസ് ചെയ്തിട്ട് എന്താണ്? ഇതിങ്ങനെ ആംഗിൾ ഓരോ പോയിന്റിലെ ആംഗിൾ അളക്കുക ചെയ്യുന്നത് അല്ലെ. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ പോസിറ്റീവ് എക്സിൽ നിന്നാണ് എപ്പോഴും ഇവിടെ നിന്നാണ് യൂഷ്വലി ആംഗിൾ അളക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? ഇവിടുന്ന് സപ്പോസ് ലൈൻ ഇതാന്ന് വിചാരിക്കാം, നമ്മുടെ ലൈൻ. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് അളന്ന് ഈ ഒരു ആംഗിൾ, ഈ ആംഗിൾ എത്ര വരും? സപ്പോസ് എന്താണ് 45 ഡിഗ്രി ആണെങ്കിൽ എന്താണ്? 45 ഡിഗ്രി. അപ്പൊ എവിടെ നിന്നാണ് നമ്മുടെ ഇനിഷ്യൽ ലൈൻ? ഏതാണ്? ഇത് ഇനിഷ്യൽ ലൈന്, ഇത് നമ്മുടെ ടെർമിനൽ ലൈൻ. ഓക്കെ, അപ്പൊ ഇനിഷ്യൽ ലൈനിൽ നിന്ന് 45 ഡിഗ്രി എങ്ങനെ അളന്നു? എങ്ങനെ മെഷർ ചെയ്തു? കൗണ്ടർ ക്ലോക്ക് വൈസിൽ അല്ലെ, കൗണ്ടർ ക്ലോക്ക് വൈസിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇങ്ങനെ മെഷർ ചെയ്യുന്നതാണ് നമ്മുടെ പോസിറ്റീവ് ആംഗിൾ അല്ലെ, 45 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയോ സപ്പോസ് എന്റെ ഇനീഷ്യൽ ലൈൻ ഇവിടെ തന്നെ വന്നു, എന്റെ ടെർമിനൽ ലൈൻ എവിടെ വന്നു? ഇത് ഒ എ ഒ ബി എന്ന് വിചാരിക്കാം. ഒ സി എന്നുള്ളത് ടെർമിനൽ ലൈൻ വന്നു. ഒ ബി എന്റെ ഇനീഷ്യൽ ലൈന്, ഒ സി ടെർമിനൽ ലൈന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ മെഷർ ചെയ്യാം? ഇവിടുന്ന് ഇങ്ങനെ മെഷർ ചെയ്തു. ഓക്കെ, ഇത് എങ്ങനെയാ മെഷർ ചെയ്തത്? ഇത് ഏത് ഡയറക്ഷനിലാ? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അല്ലെ. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മെഷർ ചെയ്തുകൊണ്ട് എന്താണ് ആംഗിള്? നെഗറ്റീവ് ആംഗിൾ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ആംഗിൾ എത്രയായിരിക്കും? -45 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ? 45 ഡിഗ്രിയാണ് പോയതെങ്കിൽ അപ്പൊ ഇവിടുന്ന് ആംഗിൾ മെഷർ ചെയ്തു. ഇതെന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി ആംഗിൾ ആണ്. നേരെ താഴേക്കാണ് മെഷർ ചെയ്യുന്നതെങ്കിലോ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ എന്താണ്? നെഗറ്റീവ് ആംഗിൾ ആണ്, -45 ഡിഗ്രി. ക്ലിയർ ആണോ? പോസിറ്റീവ് ആംഗിളും നെഗറ്റീവ് ആംഗിളും ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാണ്. ഇത് 0 ഡിഗ്രി. ഓക്കെ, ഇത് 0 ഡിഗ്രി. അതായത് 0 ഡിഗ്രി എവിടെ തന്നെയായിരിക്കും? പോസിറ്റീവ് എക്സ് ആക്സിസിലായിരിക്കും. നമ്മൾ ഇവിടെ നിന്നാണ് മെഷർ ചെയ്യുന്നത് യൂഷ്വലി. അപ്പോൾ ഈ 0 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് എക്സ് ആക്സിസിലാണ് നമ്മുടെ 0 ഡിഗ്രി. ഓക്കെ, ഇതെന്താ? വൈ ആക്സിസ്. ഇത് പോസിറ്റീവ് വൈ, ഇത് നെഗറ്റീവ് വൈ അല്ലേ. ഇത് നെഗറ്റീവ് എക്സ്. ഇങ്ങനെയല്ലേ വരുന്നത്? -x + x -y + y. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ മെഷർ ചെയ്തു. എന്താണ്? ആംഗിൾ ഇവിടെ എത്തി എന്ന് വിചാരിക്കാം. അതായത് വൈ ആക്സിസിലേക്കാണ് നമ്മുടെ ടെർമിനൽ ലൈൻ എങ്കിൽ എത്രയായിരിക്കും ആംഗിൾ ഉണ്ടാവുക? എവിടെയാണ് നമ്മുടെ ഒറിജിൻ? ഇതാണ് ഒറിജിൻ. വെർട്ടെക്സ് എന്ന് പറയുന്നത് ഇതാണ്. ഒ എ ആണ് നമ്മുടെ ഇനീഷ്യൽ ലൈൻ. ഓക്കെ, എന്ത് ചെയ്യുന്നു? എത്ര ഡിഗ്രി ആംഗിള്? ഇത്രയും ഡിഗ്രി. എത്ര ഡിഗ്രി അത്? 90 ഡിഗ്രി അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. അപ്പൊ 90 ഡിഗ്രി ആംഗിള് മാറി എങ്ങോട്ടെത്തി? ഈ പൊസിഷനിലേക്ക് നമ്മുടെ ലൈൻ എത്തി. ഓക്കെ, ഇനി ലൈൻ വീണ്ടും ട്രാവൽ ചെയ്തു എന്ന് വിചാരിക്കാം. ലൈൻ എവിടെ എത്തി? ലൈൻ ഇവിടെ എത്തി. എത്ര ആംഗിൾ ആണ്? ഇവിടുന്ന് ഇത് 0, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത്
എന്ത് ചെയ്യുന്നു, ഇവിടം വരെ എത്തി. എത്ര ആംഗിളാ? 180 ഡിഗ്രി. ക്ലിയർ? പിന്നെ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ എത്താൻ എത്ര ആംഗിൾ വരും? 270 ഡിഗ്രി അല്ലെ? 180 പ്ലസ് 90 270 ഡിഗ്രി. പിന്നെയോ 270 പ്ലസ് 90 360 ഡിഗ്രി. ഇപ്പൊ ടോട്ടൽ എത്രയുണ്ട്? 360 ഡിഗ്രി. ഓക്കെ, അപ്പൊ 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞോ? 361 ഡിഗ്രി എന്ന് പറഞ്ഞതില്ലേ? ഉണ്ട്. 361 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എവിടെ വരും? 360 എന്ന് പറഞ്ഞാൽ എവിടെ എത്തി? നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കറങ്ങി 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ ഇനിഷ്യൽ ലൈനും ടെർമിനൽ ലൈനും സെയിം ആയിരിക്കും. അപ്പൊ 361 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുന്ന് പിന്നെ ഒരു ഡിഗ്രിയോടെ പോയി അല്ലേ? അപ്പൊ 361 ഡിഗ്രി ഈസ് ഈക്വൽ ടു എത്രയാണ്? ഈസ് ഈക്വൽ ടു 1 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, കാരണം 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ഡിഗ്രിക്ക് ഈക്വൽ ആണ്. ഓക്കെ, ആംഗിളിന്റെ ഡിഗ്രിയുടെ കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പൊ എങ്ങനെയാണ് ഡിഗ്രി മെഷർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇത് നിങ്ങൾ അറിയുന്ന കാര്യമായിരിക്കും. ഒന്നും കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അതില് ഡിഗ്രീനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? കേട്ടിട്ടുണ്ടോ? ഡിഗ്രീനെ ഫർദർ ഡിവൈഡ് ചെയ്യുന്നു. ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര വരും? ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ഫുൾ റൗണ്ട് എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാ അല്ലെ? അപ്പൊ ഫുൾ റൗണ്ടിനെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണ്? ഒരു ഡിഗ്രി. വളരെ കുറവല്ലേ? വളരെ ചെറിയൊരു ആംഗിൾ അല്ലേ ഒരു ഡിഗ്രി എന്ന് പറയുന്നത് അല്ലെ? മൊത്തം ആംഗിളിനെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതാണ് ഒരു ഡിഗ്രി. അല്ലെങ്കിൽ എന്താണ്, ഇതിനെ നമ്മൾ എന്താണ് 90 ഈക്വൽ പാർട്സ് ആക്കി വിചാരിക്കാം. അതാണ് അതിലൊന്നാണ് ഒരു ഡിഗ്രി എന്ന് പറയുന്നത്. അത് വളരെ ചെറിയൊരു ആംഗിൾ അല്ലേ? ഈ വളരെ ചെറിയ ഡിഗ്രി ആയ ഒരു ഡിഗ്രീനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫർദർ ചെറുതാക്കുന്നു, 60 ഈക്വൽ പാർട്സ് ആക്കുന്നു. ഓക്കെ, അതായത് അതിനെന്ത് പറയും? 60 മിനിറ്റ്സ്. ഓക്കെ, ഇസ് ഈക്വൽ ടു 1 ഡിഗ്രി. ക്ലിയർ? അപ്പൊ എന്താണ്? ഒരു ഡിഗ്രീനെ 60 ഈക്വൽ പാർട്സ് ആക്കി. ഒരു ഡിഗ്രി ഉണ്ടല്ലോ നമ്മുടെ വളരെ ചെറുതായി ഒരു ഡിഗ്രി ഉണ്ടെന്ന് വിചാരിക്കാം. അതിനെ എന്ത് ചെയ്യുന്നു? അതിനെ 60 ഈക്വൽ പാർട്സ് ആക്കി. അപ്പൊ കിട്ടുന്ന ഓരോ യൂണിറ്റിന് എന്ത് പറയും? മിനിറ്റ്സ്. ഓക്കെ, അപ്പൊ എന്താണ്? 60 മിനിറ്റ്സ് കൂടി ചേരുന്നതാണ് എന്ത്? 1 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, സോ 60 മിനിറ്റ്സ് ഈസ് ഈക്വൽ ടു 1 ഡിഗ്രി, അല്ലെങ്കിൽ 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 മിനിറ്റ്സ്. ഓക്കെ, ഇനി ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഒരു മിനിറ്റ് ഉണ്ടല്ലോ, അതിന് വളരെ ചെറിയ യൂണിറ്റ് ആയ ഒരു മിനിറ്റിനെ വീണ്ടും എന്ത് ചെയ്യുന്നു? 60 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ കിട്ടുന്നതാണ് എന്താ? ഇവിടെ മിനിറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? സെക്കൻഡ് ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ 60 സെക്കൻഡ് എന്ന് പറയുന്നതാണ് എന്ത്? ഒരു മിനിറ്റ്. ഓക്കെ, 60 സെക്കൻഡ് ആണ് ഒരു മിനിറ്റ്. അങ്ങനെ ഒരു മിനിറ്റ്, അങ്ങനത്തെ 60 മിനിറ്റ് ചേരുന്നതാണ് എന്ത്? 1 ഡിഗ്രി. ക്ലിയർ ആയോ? എങ്ങനെയാണ് ഫർദർ ഡിവൈഡ് ചെയ്യുന്നത്? 1 ഡിഗ്രീനെ നമ്മൾ 60 മിനിറ്റ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. ഈ 60 മിനിറ്റിലെ ഓരോ മിനിറ്റിനെ ഫർദർ 60 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്? 60 സെക്കൻഡ്സ്. സോ 60 സെക്കൻഡ്സ് 1 മിനിറ്റ്, 60 മിനിറ്റ് 1 ഡിഗ്രി. ഓക്കെ, അപ്പൊ എന്താ പഠിച്ചത്? നമ്മൾ പോസിറ്റീവ് ആംഗിൾസ് പഠിച്ചു, നെഗറ്റീവ് ആംഗിൾസ് പഠിച്ചു. അതില് എന്താണ്? ഡിഗ്രി സിസ്റ്റം പഠിച്ചു. ഡിഗ്രി സിസ്റ്റത്തില് എന്തൊക്കെ പഠിച്ചു? ഡിഗ്രി സിസ്റ്റത്തില് ഡിഗ്രീനെ ഫർദർ എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ഫർദർ ഡിവൈഡ് ചെയ്യുന്നത് 60 മിനിറ്റ് ആണ് 1 ഡിഗ്രി. അതേപോലെ തന്നെ 60 സെക്കൻഡ്സ് ആണ് 1 മിനിറ്റ്. ഇത്രയും പഠിച്ചു. ഓക്കെ, ബാക്കി എന്താണ്? നമ്മള് ഒരു എന്താണ് ഒരു XY കോർഡിനേറ്റ്. അപ്പൊ ഇതിന് എന്താ പറയാ? ഇതെന്ന് പറഞ്ഞ ക്വാഡ്രന്റ് ആണ് അല്ലെ? ഇതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു മൊത്തത്തില്. അപ്പൊ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറയും. ഓക്കെ, ഓരോ ക്വാഡ്രന്റും എത്രയായിരിക്കും? ഓരോ ക്വാഡ്രന്റ് 90 ഡിഗ്രി ആയിരിക്കും അല്ലെ? 90 ഡിഗ്രി ഫസ്റ്റ് ക്വാഡ്രന്റ്. പിന്നെ എന്താണ്? സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് അവിടെ 0 to 90 എത്തിയപ്പോഴത്തേക്ക് എന്താണ്? ഫസ്റ്റ് ക്വാഡ്രന്റ്. 90 to 180 സെക്കൻഡ് ക്വാഡ്രന്റ്, 180 to 270 തേർഡ് ക്വാഡ്രന്റ്, 270 to 0 അല്ലെങ്കിൽ 360 അല്ലെ? 360 ഡിഗ്രി 0 ഡിഗ്രി ഈക്വൽ നമ്മൾ പറഞ്ഞു. അതാണ് ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ, അപ്പൊ ഓരോ ക്വാഡ്രന്റും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ ഡിഗ്രി സിസ്റ്റം കഴിഞ്ഞു. ഇനി ഡിഗ്രി പോലെ വേറെ എന്തെങ്കിലും യൂണിറ്റ് ഉണ്ടോ? എന്താണ്? ആംഗിൾ മെഷർ ചെയ്യാൻ വേറെ ഏതെങ്കിലും യൂണിറ്റ് കേട്ടിട്ടുണ്ടോ? ഡിഗ്രി സിസ്റ്റം പോലെ. ഓക്കെ, വേറെ ഒരു യൂണിറ്റും കൂടി ഉണ്ട്. ഡിഗ്രി സിസ്റ്റം അല്ലാതെ വേറെ യൂണിറ്റ് ആണ് റേഡിയൻ സിസ്റ്റം. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് വൺ ഡിഗ്രി സിസ്റ്റം, സെക്കൻഡ് വൺ റേഡിയൻ സിസ്റ്റം. ഓക്കെ, കേട്ടിട്ടുണ്ടോ റേഡിയൻ സിസ്റ്റം? ഓക്കെ, ഡിഗ്രി സിസ്റ്റം.
ഡിഗ്രി സിസ്റ്റം. ഡിഗ്രി സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചു അല്ലേ. സെക്കൻഡ് വൺ ഡിഗ്രി സിസ്റ്റം ആണ് നിങ്ങൾ ഇത്രയും കാലം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അടുത്താണ് റേഡിയൻ സിസ്റ്റം. റേഡിയൻ എന്താ റേഡിയൻ സിസ്റ്റം എന്ന് പറഞ്ഞാല്? ഓക്കെ, റേഡിയൻ സിസ്റ്റം സപ്പോസ് ഇതൊരു യൂണിറ്റ് സർക്കിൾ ആണ്. യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് 1 യൂണിറ്റ് അല്ലെ. ഇതിന്റെ റേഡിയസ്, ഇത് സെന്റർ ആണ്, ഇത് റേഡിയസ് 1 യൂണിറ്റ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇത് റേഡിയസ് 1 യൂണിറ്റ്, 1 യൂണിറ്റ് റേഡിയസ് ഉള്ള ഒരു സർക്കിൾ. ഓക്കെ, ഈ സർക്കിളിൽ എന്ത് സംഭവിച്ചു? ഇതില് ഇവിടെ ആർക്ക്, ഈ ആർക്ക് എന്താണ്? ഇതും 1 യൂണിറ്റ് ഞാൻ എടുത്തു. ഓക്കെ, ഈ ആർക്ക് 1 യൂണിറ്റ് എടുത്തപ്പോൾ എന്താണ്? ഇവിടെ ഒരു സെക്ടർ കിട്ടി എനിക്ക് അല്ലെ, 1 യൂണിറ്റ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഇതും 1 യൂണിറ്റ് ആയിരിക്കും അല്ലെ, ഇത് റേഡിയസ് അല്ലേ. ഓക്കെ, അപ്പൊ 1 യൂണിറ്റ് റേഡിയസ് ഉള്ള ഒരു സർക്കിളില് ഞാൻ ഒരു സെക്ടർ എടുത്തു. അപ്പൊ അതിന്റെ ആർക്ക് ലെങ്തോ, ലെങ്ത് ഓഫ് ദ ആർക്കും 1 യൂണിറ്റ് എടുത്തു. ഓക്കെ, അവിടെ കിട്ടുന്ന ആംഗിൾ എന്തായിരിക്കും? ഇതാണ് 1 റേഡിയൻ. ഓക്കെ, 1 റേഡിയൻ ആംഗിൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? 1 റേഡിയൻ എന്ന് പറഞ്ഞാല് യൂണിറ്റ് സർക്കിളിലെ എന്താണ് ആർക്കിന്റെ ലെങ്ത് എന്തായിരിക്കും? 1 യൂണിറ്റ് ലെങ്ത് ഓഫ് ദ ആർക്കുള്ള ഒരു യൂണിറ്റ് സർക്കിളില് ആംഗിൾ സബ്ടെൻഡഡ്. ഓക്കെ, അവിടെ കിട്ടുന്ന ആംഗിൾ ആണ് 1 റേഡിയൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യൂണിറ്റ് സർക്കിളിലെ ലെങ്ത് ഓഫ് ദ ആർക്ക് 1 യൂണിറ്റ് ആണെങ്കിൽ ദ ആംഗിൾ സബ്ടെൻഡഡ് ദർ ഈസ് നോൺ ആസ് 1 റേഡിയൻ. സോ 1 റേഡിയൻ അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? ഒരു യൂണിറ്റ് സർക്കിൾ ഇവിടെ 1 ആണെങ്കിൽ അതേ 1 തന്നെ എന്താണ് ലെങ്ത് ഓഫ് ദ ആർക്കും വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കിട്ടുന്ന ആംഗിൾ ആണ് 1 റേഡിയൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൊത്തം എത്രയാണ്? മൊത്തം എന്താണ്? ഇതിന്റെ ചുറ്റളവ്, പെരിമീറ്റർ എത്രയാണ് സർക്കിളിന്റെ? 2πr അല്ലേ. ഓക്കെ, 2πr. അപ്പൊ r=1 ആണെങ്കിൽ എന്ത് വരും? 2π എന്ന് വന്നു അല്ലേ. അപ്പൊ എത്ര റേഡിയൻ ആണ്? കംപ്ലീറ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തി, ഇങ്ങനെ വന്നു ഇവിടം വരെയുള്ള പോയിന്റ്, ഇവിടെയും വരെ എത്തി. എത്ര റേഡിയൻ ആണ്? അതാണ് 2π റേഡിയൻ അല്ലെ. 2π റേഡിയൻ. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? റിലേഷൻ 2π റേഡിയൻ. റേഡിയൻ ആൻഡ് ഡിഗ്രി തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടും. എന്ത് കിട്ടി? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്നു അല്ലെ. 2πr ആണ് ഇതിന്റെ ലെങ്ത് അല്ലെ. 2πr ആണ് ഇവിടെ ലെങ്ത് വരുന്നത്. ഓക്കെ, അപ്പൊ എന്ത് വന്നു? 2π റേഡിയൻ വന്നു. ഓക്കെ, അപ്പൊ 2π റേഡിയൻ എന്ന് പറഞ്ഞാൽ എന്ത് വന്നു? ഈസ് ഈക്വൽ ടു 180 ടോട്ടൽ 360 അല്ലേ. 360 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, സോ 2π റേഡിയൻ ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. അപ്പൊ എന്താണ്? പൈ റേഡിയൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? പൈ റേഡിയൻ എന്ന് പറഞ്ഞാല് 180 ഡിഗ്രി വരും. ക്ലിയർ? പൈ റേഡിയൻ 180 ഡിഗ്രി, 2π റേഡിയൻ 360 ഡിഗ്രി. ഓക്കെ, സോ 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ 180/π ഡിഗ്രി വരും. ഓക്കെ, ഇതാണ് റേഡിയനും ഡിഗ്രിയും തമ്മിലുള്ള റിലേഷൻ. 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? പൈ റേഡിയൻ 180 ഡിഗ്രി ആണെങ്കിലോ രണ്ടിടത്ത് പൈ കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ 1 റേഡിയൻ കിട്ടി അല്ലെ. 1 റേഡിയൻ ഈസ് ഈക്വൽ ടു 180/π ഡിഗ്രി ഇത് കിട്ടി. നേരെ തിരിച്ച് 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു എത്ര റേഡിയൻ എന്ന് കിട്ടും? ഇവിടെ എന്താണ്? രണ്ടിടത്തും 180 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്ത് കിട്ടി? 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു π/180 റേഡിയൻ. ഓക്കെ, ഡിഗ്രിയും റേഡിയനും തമ്മിലുള്ള റിലേഷൻ കിട്ടിയോ? അപ്പൊ 1 ഡിഗ്രി എന്ന് പറഞ്ഞാല് π/180 റേഡിയൻ, 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ 180/π ഡിഗ്രി. ഓക്കെ, നമുക്ക് 1 ഡിഗ്രി π/180 റേഡിയൻ. അപ്പൊ പൈയുടെ വാല്യൂ നമുക്ക് അറിയാലോ എത്രയാണ്? പൈ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 22/7 അല്ലെങ്കിൽ 3.14 നമ്മൾ പഠിച്ചിട്ടുണ്ട് പൈയുടെ വാല്യൂ. സോ ആ പൈയുടെ വാല്യൂ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ π/180 എന്ത് വരും? 0.01746 ഡിഗ്രി, സോറി റേഡിയൻ. ഓക്കെ, അപ്പൊ ഡിഗ്രി 0.01746 റേഡിയൻ 1 ഡിഗ്രി എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇനി നേരെ തിരിച്ച് 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ എത്രയാ? 180/π. അപ്പൊ പൈയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും?
1 റേഡിയൻ ഇസ് ഈക്വൽ ടു 57 ഡിഗ്രി എന്താണ് 16 മിനിറ്റ്. ഓക്കെ, 57 ഡിഗ്രി 16 മിനിറ്റ് എന്ന് വരും. ഓക്കെ, 57 ഡിഗ്രി 16 മിനിറ്റ്. ഇപ്പൊ വാല്യൂ ഏകദേശം അറിഞ്ഞിരിക്കാൻ, ഒരു റേഡിയൻ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 60 ഡിഗ്രിക്ക് അടുത്ത് വരും. ഒരു റേഡിയൻ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 60 ഡിഗ്രിക്ക് അടുത്ത് വരുന്ന ഒരു കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞേ ഉള്ളൂ. വാല്യൂ ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. വാല്യൂ ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഏകദേശം നിങ്ങൾ അറിഞ്ഞാൽ മതി ഒരു റേഡിയൻ. കാരണം എന്താണ്, കൺവേർഷൻ ചോദിക്കും. 5 റേഡിയൻ എത്ര ഡിഗ്രി ആണ്. ഓക്കെ, ഓൾമോസ്റ്റ് 57 ഡിഗ്രി എന്നോട് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ കിട്ടിയ ആൻസർ കറക്റ്റ് ആണോ നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, അതുകൊണ്ട് ഏകദേശം അറിഞ്ഞാൽ മതി. ഒരു റേഡിയൻ എന്ന് പറഞ്ഞാൽ 57 ഡിഗ്രി 16 മിനിറ്റ്സ് ആണ്. എന്താ മിനിറ്റ്സ് ഓർമ്മയില്ലേ? മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡിഗ്രീനെ നമ്മൾ 60 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, 57 ഡിഗ്രി പ്ലസ് 16 മിനിറ്റ്സ് ആണ് ഇത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എന്താണ്, ഇനി നമ്മൾ 10th പഠിച്ച കുറച്ച് വാല്യൂസ് ഉണ്ട്. sin 60, sin 30, sin 45 അങ്ങനെ കുറച്ച് വാല്യൂസ് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് പഠിക്കാം. അപ്പൊ അങ്ങനത്തെ കുറച്ച് വാല്യൂസ് പഠിക്കണം. അതിനു മുമ്പ് എന്താണ്, ആ 60, 30, 45 അങ്ങനെ കുറച്ച് ഇമ്പോർട്ടന്റ് ആംഗിൾസ് ഉണ്ട്. അത് നമ്മൾ റേഡിയനിലേക്ക് എത്ര റേഡിയൻ ആണെന്നും കൂടെ അറിയാം. ഓക്കെ, അതും കൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് ഡിഗ്രി റേഡിയൻ കൺവേർഷൻ നമ്മൾ ബൈ ഹാർട്ട് അല്ല, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇപ്പൊ ഡിഗ്രി റേഡിയൻ ഓക്കെ, ഇപ്പൊ 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര റേഡിയൻ? എങ്ങനെ ഇത് തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു? പൈ റേഡിയൻ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി അല്ലേ? പൈ റേഡിയനും 180 ഡിഗ്രി. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ 180 ബൈ പൈ, 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൈ ബൈ 180 റേഡിയൻ. ഓക്കെ, ഇപ്പൊ 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര റേഡിയൻ ആണ്? 0 ഡിഗ്രി മീൻസ് 0 റേഡിയൻ. ഓക്കെ, 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര വരും? 180 ബൈ 6 അല്ലേ? 180 ബൈ 6 ആണ് 30. അപ്പൊ പൈ ബൈ 6 അല്ലേ? 180 ബൈ 6 is equal to 30 ഡിഗ്രി. അപ്പോൾ 30 ഡിഗ്രി is equal to എന്ത് കിട്ടും? 5 ബൈ 6 റേഡിയൻ കിട്ടും. ഓക്കെ, 45 ഡിഗ്രി കാട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 180 ബൈ 4. ഓക്കെ, അപ്പോൾ 180 ബൈ 4 ആണ് 45 എന്ന് പറയുന്നത്. ഓക്കെ, is equal to എന്താണ്? 5 ബൈ 4 റേഡിയൻ. ഓക്കെ, അപ്പോൾ റേഡിയനിൽ 5 ബൈ 4 എന്ന് പറയാം 45 ഡിഗ്രീന്. സിമിലർലി 60 ഡിഗ്രി. അപ്പോൾ 60 ഡിഗ്രിക്ക് എന്ത് പറയും? 60 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 180നെ ഡിവൈഡ് ബൈ 3 ചെയ്താൽ 180 ബൈ 3 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഈ പൈ റേഡിയൻ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി, 180 ബൈ 3 എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ബൈ 3 അല്ലേ? അപ്പോൾ 5 ബൈ 3 റേഡിയൻ ആണ് 60 ഡിഗ്രി. ഓക്കെ, ഇനി അറിയേണ്ടത് 90 ഡിഗ്രി. 180 ഡിഗ്രി 90 ഡിഗ്രി കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 180 ബൈ 2 അല്ലേ? ഇവിടെ എന്ത് വരും? 5 ബൈ 2 റേഡിയൻ. ഓക്കെ, ഇനി 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര റേഡിയൻ ആണ്? 5 റേഡിയൻ ആണ്. ഒന്നും കൂടെ 270 ഡിഗ്രിയും കൂടെ. 270 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര വരും? 270 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 3 പൈ ബൈ 2 അല്ലേ? 3 പൈ ബൈ 2. 180 പ്ലസ് 90 അല്ലേ 270? അപ്പോൾ 5 പ്ലസ് 5 ബൈ 2, 3 പൈ ബൈ 2 ആണ് 270. ഇനി 360 ഡിഗ്രി എന്ന് പറയുന്നതോ? 360 ഡിഗ്രി ഈസ് ഈക്വൽ ടു എന്താണ്? 0 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ 360 ഡിഗ്രി ആൻഡ് 0 ഡിഗ്രി ബോത്ത് ആർ ഈക്വൽ. അപ്പോൾ 360 ഡിഗ്രിക്ക് വരെ എന്ത് എഴുതാം? 2 പൈ എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഇമ്പോർട്ടൻ്റ് ആണ്. 5 ബൈ 6, 5 ബൈ 4, 5 ബൈ 3. 5 ബൈ 3 റേഡിയൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 5 ബൈ 3 മീൻസ് 60 ഡിഗ്രി. 5 ബൈ 6 മീൻസ് 30 ഡിഗ്രി അല്ലേ? അപ്പോൾ നമുക്ക് സൈൻ 60യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ സൈൻ 60 ചോദിക്കുന്നതിന് പകരം എന്താണ്? സൈൻ പൈ ബൈ 3 എന്ന് ചോദിക്കും. സൈൻ പൈ ബൈ 3 ഇവിടെ എന്താണ്? റേഡിയൻ ആണ്. സൈൻ പൈ ബൈ 3 എന്ന് ചോദിച്ചാൽ സൈൻ പൈ ബൈ 3 റേഡിയൻ. സൈൻ 60 എന്ന് പറഞ്ഞാൽ സൈൻ 60 ഡിഗ്രി. ഇത് രണ്ട് ഈക്വൽ ആണ് അല്ലേ? അതായത് 60 ഡിഗ്രി ഈസ് ഈക്വൽ ടു 5 ബൈ 3 റേഡിയൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇനി നിങ്ങൾക്ക് ഈ രീതിയിൽ പ്രതീക്ഷിക്കാം. 5 ബൈ 3 റേഡിയനിലായിരിക്കും വാല്യൂ തരിക. ഓക്കെ, അപ്പോൾ റേഡിയനിൽ വാല്യൂ തന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ആൻസർ കിട്ടണം. ഓക്കെ, അപ്പോൾ ഇത് ഫെമിലിയർ ആവുക. ഇത് നിങ്ങൾ എന്താണ് 5 ബൈ 3 എന്ന് കേൾക്കുമ്പോൾ തന്നെ 60 ഡിഗ്രി, 5 ബൈ 6 എന്ന് കേൾക്കുമ്പോൾ തന്നെ 30 ഡിഗ്രി, 5 ബൈ 4 എന്ന് കേട്ടാൽ തന്നെ 45 ഡിഗ്രി എന്ന്
മനസ്സിലേക്ക് എത്തണം. ഇപ്പൊ കണ്ടിന്യൂസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ട്രിഗണോമെട്രിയിൽ. ഇനി വരുന്നത് ഫുള്ള് കുറെ റേഡിയനിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് കഴിയുമ്പോഴത്തേക്ക് എന്താണ് ഇത് യൂസ്ഡ് ആവും. ഓക്കെ, ഇപ്പം 2π എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് 360 ഡിഗ്രി 0 ഡിഗ്രി തന്നെയാണ്. പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി എന്നുള്ള അങ്ങനെ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. സോ സീ യു അറ്റ് നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.